ഹായ് ഫ്രണ്ട്സ്, 30 ദിവസം കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, 30 ദിവസം കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് റെഡി ആണെങ്കിൽ ഒരു ബുക്കും ഒരു പെന്നും എടുത്തിട്ട് വേണം ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് വാട്ട് വി ഡു ഈസ് ദാറ്റ് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. നമ്മൾ പഠിക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു 10 സെൻറ്റൻസസ് ഒക്കെ നമുക്കൊരു ദിവസം നോക്കാം. എന്നുവെച്ചാൽ ഇന്ന് നമുക്ക് 10 സെൻറ്റൻസസ് നോക്കാം, എങ്ങനെയാണ് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ സെൻറ്റൻസസ് ആണ് കേട്ടോ. നമ്മളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ പേര്. മൈ നെയിം ഈസ് രശ്മി, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഐ ആം രശ്മി. അവിടെ രശ്മി എന്നുള്ളത് എൻ്റെ പേരാണ്. അപ്പം നിങ്ങളുടെ പേര് വെച്ച് അതൊന്ന് പറഞ്ഞു നോക്കൂ. സെക്കൻഡ് സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എവിടെ നിന്നാണ് എന്ന് പറയാം. ഐ എം ഫ്രം കേരള. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ലിവ് ഇൻ കൊച്ചി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഐ എം ഫ്രം, ഐ ലിവ് ഇൻ. രണ്ടും നോക്കുമ്പോൾ ഒരുപോലെയുണ്ട്, പക്ഷെ ഐ എം ഫ്രം നമ്മുടെ സ്റ്റേറ്റ് വെക്കുന്നതായിരിക്കും അവിടെ ഉചിതം. ഐ ലിവ് ഇൻ അവിടെ നമുക്ക് എപ്പോഴും നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് ആ ഒരു ലൊക്കേഷൻ വെക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വയസ്സ്, അതുപോലെ ജോലി, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, അതുപോലെ നമ്മളുടെ ഫാമിലിയെ കുറിച്ചിട്ട് ചെറുതായിട്ടൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ഐ ആം 15 years old. എനിക്ക് 15 വയസ്സാണ്. ഇവിടെ 15 എന്നുള്ളിടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സ് എത്രയാണോ അത്രയും വയ്ക്കാം. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ വർക്ക് ആസ് എ ടീച്ചർ. നിങ്ങൾക്ക് ഏതാണോ ഉചിതമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം, വെക്കാം. അവിടെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ എം എ സ്റ്റുഡൻറ്റ്. അല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഐ വർക്ക് ആസ് എ ടീച്ചർ ഓർ ഡോക്ടർ, അല്ലെങ്കിൽ ഏത് ഫീൽഡാണോ അത് നമുക്കവിടെ വെക്കാം. ഇനി നിങ്ങൾ വർക്കൊന്നും ചെയ്യാതെ സാധാരണ ഒരു വീട്ടമ്മയാണെങ്കിൽ ഐ എം എ ഹോം മേക്കർ എന്ന് വയ്ക്കാം, ഹോം മേക്കർ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഐ എം എ ഹൗസ് വൈഫ്, അങ്ങനെയും പറയാം. There are 4 members in my family. നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സാണ്, എത്ര ആൾക്കാരാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എണ്ണമാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ബ്രദർ, ഐ ഹാവ് എ സിസ്റ്റർ. ഇനി നിങ്ങൾക്ക് 2 ബ്രദേഴ്സാണ് ഉള്ളതെങ്കിൽ ഐ ഹാവ് 2 brothers ആൻഡ് 1 sister. ഐ ഹാവ് നോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അങ്ങനെയും പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ബ്രദേഴ്സും 1 സിസ്റ്ററുമാണ് ഉള്ളത്. എനിക്ക് ബ്രദേഴ്സും ഇല്ല സിസ്റ്റേഴ്സും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ എങ്ങനെയാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് സെൻറ്റൻസ് മാറ്റിയെടുക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഇനി ഇപ്പോൾ ഇത്രയും നേരം പഠിച്ച ആ സെൻറ്റൻസസുകൾ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി ഇതെങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും? വെറുതെ എഴുതി വെച്ച് കാണാപ്പാഠം പഠിച്ചാൽ മതിയോ? നോ, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. പെന്നും ബുക്കൊക്കെ എടുക്കാൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് എന്തിനാണ്? ഈ സെൻറ്റൻസസ് നമ്മൾ ഫോളോയിങ് ഡേയ്സ് മറക്കാതിരിക്കാൻ നോട്ട് ചെയ്യാനാണ്, പക്ഷെ അത് കാണാപ്പാഠം പഠിക്കാനല്ല. വാട്ട് യു ഷുഡ് ഡു ഈസ് ദാറ്റ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മിററിൻ്റെ മുന്നിൽ, കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുക. അത് ഈ സെൻറ്റൻസസ് ഒന്ന് ലൗഡ്ലി പറഞ്ഞു നോക്കുക. ഓക്കെ, അപ്പോൾ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ ആരും കേൾക്കാതെയൊക്കെ നിങ്ങൾക്ക് പറയാനാണ് ആഗ്രഹം. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് റൂമൊക്കെ ഒന്ന് അടച്ചിട്ട് പതുക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇനി നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് റെക്കോർഡർ ഉണ്ടായിരിക്കുമല്ലോ, അത് ഏതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക. വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളിതൊന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് ആ മോഡുലേഷൻ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ സെൻറ്റൻസസുകൾ നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ച് നോക്കി. നമുക്ക് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫുൾ പ്രാക്ടീസ് ചെയ്യാം ആദ്യം. ഓക്കെ, അതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞ മെത്തേഡ് ഒരു പ്രാവശ്യമല്ല, ഡെയിലി
ഓക്കെ, ഈ ഒരു ദിവസം തന്നെ 4-5 തവണ ചെയ്തു നോക്കൂ. അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ചമ്മലോ മടിയോ ഒന്നും കൂടാതെ സംസാരിക്കാൻ പറ്റും, അവർക്ക് ഇംഗ്ലീഷ് അറിയണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഫ്രീ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സെൻറ്റൻസസ് ഇന്നൊരു ദിവസം തന്നെ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും നിങ്ങൾക്ക് പുറത്ത് പോയാലും ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട്. ഓക്കെ, ഇതൊരു ബേസിക്കാണ് കേട്ടോ. പക്ഷെ നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ എന്താ പറയുക, കട്ടിയായിട്ട് നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു പോർഷന് ശേഷം എൻഡ് ഓഫ് ദിസ് വീഡിയോ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസസുകളിൽ നിന്നും ചേർക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ അതും കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫോം ചെയ്യുന്ന കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും സെൻറ്റൻസസ് നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. മൈ നെയിം ഈസ് രശ്മി. I am from Kerala. I live in Kochi. I am 15 years old. I am a student. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ I work as a teacher അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഏത് ഫീൽഡാണോ അതവിടെ മെൻഷൻ ചെയ്യുക. There are 4 members in my family. I have a brother and a sister. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒരു തമ്പൊന്നിട്ടെ നോക്കട്ടെ എത്ര പേർക്ക് ഇത് യൂസ്ഫുള്ളായി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനാണ്. ഓക്കെ, ഫോർ ദ നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നോക്കാം. വാട്ട്സ് യുവർ നെയിം? വെർ ഡു യു ലിവ്? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? ഡു യു ഹാവ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? ഇനി ഈ നമ്മൾ പഠിച്ച സെൻറ്റൻസസ് അത് പഠിക്കാനായിട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റും? മൈ നെയിം ഈസ് രശ്മി എന്ന് പറഞ്ഞു. എൻ്റെ പേര് രശ്മി എന്നാണ്. നമ്മളെങ്ങനെ മറ്റുള്ളവരോട് ചോദിക്കുക? നിങ്ങളുടെ പേര് എന്താണ്? അങ്ങനെയല്ലേ ചോദിക്കുന്നത്? നിങ്ങളുടെ പേര് എന്താണ്? ഇവിടെ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്ത് എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷാണ്. എന്താണ്? വാട്ട്സ് യുവർ നെയിം. ചിലർ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈസിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലതാണ് നമുക്ക് വാട്ട്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പറയുന്നത് കറക്റ്റാണ്, തെറ്റാണ് എന്നല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേര് എന്താണ്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മലയാളത്തിൽ ഒന്ന് എഴുതി വെച്ച് നോക്കിയേ. നിങ്ങളുടെ എന്ത് പറയും ഇംഗ്ലീഷിൽ? നിങ്ങളുടെ. യുവർ പേര്, നെയിം. വാട്ട്സ് എന്താണ്? ഓക്കെ, നെക്സ്റ്റ് വെർ ഡു യു ലിവ്? എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? എവിടെ? അതിൽ ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എവിടെ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഫോം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ രൂപീകരിക്കേണ്ട ഫസ്റ്റ് തിങ് എന്താണ്? എവിടെ. ആ എവിടെയുടെ ഇംഗ്ലീഷ് എന്താണ്? വേർ. ഇനി നിങ്ങൾ യു ലിവ് ജീവിക്കുന്നു, താമസിക്കുന്നു. അപ്പോൾ വേർ അതിൻ്റെ കൂടെ വരേണ്ടതാണ് ഡു. വേർ ഡു യു ലിവ്? നെക്സ്റ്റ്, നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? എത്ര മെമ്പേഴ്സ് ഉണ്ട്? എത്ര ജനങ്ങളുണ്ട്? എങ്ങനെ ചോദിക്കാം? എത്ര എന്നുള്ളതാണ് നമുക്ക് അവിടെ മലയാളത്തിൽ പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ കെടുക്കുന്നത് എത്ര എന്നുള്ളതാണ്. എത്രയുടെ ഇംഗ്ലീഷ് എന്താ? ഹൗ മെനി. ഹൗ മെനി ആൾക്കാർ, മെമ്പേഴ്സ്. ഹൗ മെനി മെമ്പേഴ്സ്? ഇവിടെ മെമ്പേഴ്സ് ഒന്നിൽ അധികം ആൾക്കാരുള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ വീട്ടിൽ. ഫാമിലി, വീട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു യു ഹാവ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? നിങ്ങൾക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടോ? ഇവിടെ എന്താ ചോദ്യം വരുന്നത്? ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അവിടെ ആ ഒരു സെൻറ്റൻസ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? വാട്ട്, വിച്ച്, ഹൗ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഉണ്ടോ എന്നുള്ളതിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട്? ഡു യു ഹാവ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടോ? ഡു യു ഹാവ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? ചേട്ടനും ചേച്ചിയും അല്ലെങ്കിൽ അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ,
വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കേണ്ടത്? എന്താണ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്താണ്? വാട്ട്. നിങ്ങൾ യു. വാട്ട് ഡു യു ഡു? ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഇവിടെ 2 ഡു വന്നു. എന്താ 2 ഡു? വാട്ടിൻ്റെ കൂടെയുള്ള ഡൂവും ഈ ചെയ്യുന്നതിൻ്റെ ഡൂവും തമ്മിൽ അർത്ഥത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഡു യു ഡു? ലാസ്റ്റത്തെ ഡു ആണ് നമുക്കുള്ള എന്താ പറയുക, ചെയ്യുന്നത് എന്നുള്ള പ്രവൃത്തിയിലോട്ട് വരുന്നത്. ഓക്കെ, ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ഡസ് യുവർ ഫാദർ ഡു? അല്ലെങ്കിൽ വാട്ട് ഡസ് യുവർ മദർ ഡു? അല്ലെങ്കിൽ വാട്ട് ഡസ് യുവർ ബ്രദർ ഡു? വാട്ട് ഡസ് യുവർ സിസ്റ്റർ ഡു? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ അമ്മ എന്താണ് ചെയ്യുന്നത്, ഓക്കെ, നിങ്ങളുടെ ബ്രദർ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ സിസ്റ്റർ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, വാട്ട്, ഡസ്, യുവർ നിങ്ങളുടെ, പിന്നെ വ്യക്തി ആരെയാണോ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫാദർ അല്ലെങ്കിൽ മദർ, ബ്രദർ, സിസ്റ്റർ, ആരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു പേര് വെക്കുക. ഓക്കെ, എന്നിട്ട് ഡു, പിന്നെയും പറയുന്നത് ഡു, ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഡേ 1. അപ്പോൾ കീപ് പ്രാക്ടീസിങ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. യൂസ്ഫുൾ ആയി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.